ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കാണെങ്കിലും ചാനൽ തുടങ്ങിയിട്ട് കുറെ നാളായവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ചാനൽ ഓപ്പൺ ചെയ്യുന്നത് ഫോണിൽ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പൊ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാറുണ്ട്. അതിൽ ഡാഷ്ബോർഡ് കാണിക്കാറുണ്ട് അല്ലെ. അതിൽ കുറച്ച് കാര്യങ്ങളെ കാണിക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ ക്രോമിലൂടെ പോയിട്ട് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ കുറെ നാളായി, ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി എന്താ പറയാ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കുറെ പേർക്കൊന്നും. അപ്പോ നമ്മൾ സാധാരണ YT സ്റ്റുഡിയോ ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരാറുണ്ട്. അതിൽ ഫസ്റ്റത്തെ ലോഗിൻ ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ അനലിറ്റിക്സ്, YT സ്റ്റുഡിയോ അനലിറ്റിക്സ് എന്ന് കൊടുക്കുമ്പോഴും ഓപ്പൺ ആയി വരാറുണ്ട്. ഇപ്പോ ഒരു 1.5 മാസമായിട്ട് അത് ഓപ്പൺ ആകുന്നില്ല. പ്രോസസിങ് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ബാറിലൂടെ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല, ഇങ്ങനെ പ്രോസസിങ് പ്ലീസ് വെയിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ എത്ര പേര് നോക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ കുറെ പേരൊക്കെ നോക്കിയിട്ടുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ആദ്യം നോക്കുമ്പോഴേ എനിക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പ്രോസസിങ് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിച്ചത്. അപ്പൊ ഞാൻ നേരെ ഹിസ്റ്ററിയിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് കാര്യമാക്കി എടുത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ കുറെ പേർക്കൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും. അപ്പൊ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ആരും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹിന്ദി ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി അവരൊക്കെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഈ പ്രശ്നം നേരിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഡെസ്ക്ടോപ്പിലൂടെ പോയിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ വേറെ കാർഡ്സ് ആണെങ്കിലും അതേപോലെ തന്നെ എൻഡ് സ്ക്രീൻ ആണെങ്കിലും എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡിലൂടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് പ്രോസസിംഗ് പ്ലീസ് വെയിറ്റ് എന്നൊന്നും ഇല്ലാതെ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ പ്രശ്നം നേരിട്ടിട്ട് ഇനിയും പരിഹരിക്കാൻ പറ്റാതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ട് പരിഹരിക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം പോയിട്ട് നിങ്ങൾ ക്രോമിലൂടെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ പകുതി വെച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞ് പോയി നോക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതുകൂടെ കാണുക. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ. ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെർച്ച് ബാർ കാണുമല്ലേ മേലെ, സെർച്ച് ഗൂഗിൾ, അതിൽ നമുക്ക് YT സ്റ്റുഡിയോ ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റുഡിയോ YT എന്ന യൂട്യൂബ് സ്റ്റുഡിയോ എന്ന്. അതിൽ താഴെ ലോഗിൻ എന്ന് കാണണം, പക്ഷേ ലോഗിൻ എന്ന് കാണുന്നില്ല. പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആകുന്നത്, കണ്ടില്ലേ. നമ്മുടെ YT സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനെ വന്ന് ഡാഷ്ബോർഡ് ഓപ്പൺ ആകുന്നതാണ് ശരിക്കും. ഇപ്പോൾ കാണിക്കുന്നത് എന്താ പറയുക, പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണൂല്ലേ. ചിലപ്പോൾ ചിലവർക്ക് ശരിയായി കിട്ടിയിട്ടുണ്ടാവും, ചിലവർക്ക് കിട്ടാതെ ഇനിയും ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ studio.youtube. എന്ന് സെർച്ചിൽ തന്നെ കൊടുക്കുമ്പോഴും വരത്തില്ല. ഞാൻ അതും കാണിച്ചു തരാം. കണ്ടില്ലേ, studio.youtube.com എന്ന് കൊടുക്കുമ്പോഴും ഇങ്ങനെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയും ലോഗിൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് നേരെ നമ്മുടെ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ആകേണ്ടതാണ്, പക്ഷെ ഓപ്പൺ ആയി വരുന്നില്ല. ഇതേപോലെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഏതിലൂടെ പോയാലും കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 മെത്തേഡും കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിൽ ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ടോപ്പിലായിട്ട്
കണ്ടില്ലേ ഗൂഗിളിന്റെ ചിഹ്നം കാണും, google.com എന്നൊക്കെ ഗൂഗിളിന്റെ ചിഹ്നത്തോടു കൂടി അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മൾ മുമ്പ് ടൈപ്പ് ചെയ്ത പോലെ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുമ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തതൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ studio.youtube.com എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിളിൻ്റെ ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലാതെ സെർച്ച് ബാറിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട. ഏറ്റവും ടോപ്പിലായിട്ട് ഗൂഗിളിൻ്റെ പിക്ചർ കാണും, അതിൻ്റെ സൈഡായിട്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും YT സ്റ്റുഡിയോൻ്റെ പിക്ചറും പിന്നെ അതിൻ്റെ താഴെ ഗെറ്റ് ദ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരുന്നത് കേട്ടോ. ഡെസ്ക്ടോപ്പ് മോഡിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വരുന്നുണ്ട്. പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്നൊന്നും കാണിക്കുന്നില്ല. ഡാഷ്ബോർഡ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കിട്ടാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ഇങ്ങനെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെയും ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ.